പ്രൈസ് ലോർഡ്. സുഹൃത്തെ, എനിക്ക് വേണ്ടിയിട്ട് ആര് സംസാരിക്കും? എനിക്ക് വേണ്ടിയിട്ട് ആര് പ്രവർത്തിക്കും? എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യചിഹ്നത്തോടെയാണോ നിങ്ങളായിരിക്കുന്നത്? രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായി സാധിക്കുന്നു: പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം. അമ്മേ, ഇത് ബോവസ് തൻ്റെ ബാല്യക്കാരോട് പറയുന്ന വചനങ്ങളാണ്. രൂത്തിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇനി മുന്നോട്ട് യാതൊരു വഴികളുമില്ല എന്ന് ചിന്തിച്ച് വളരെ ഭാരത്തോടെ ആയിരുന്ന രൂത്തിന് ദൈവം കരുതുവാനായിട്ട് ഇടയായിത്തീർന്നു. ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലിലെത്തിയ രൂത്തിൻ്റെ ജീവിതത്തെ ദൈവം ഒരു ചരിത്രമാക്കി മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾക്കകത്ത്, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുവാനായിട്ട് ഇടയായിത്തീരും. കറ്റകൾക്കിടയിൽ നിന്ന് വീണുപോയ കതിരുകളെ പറക്കുവാനായിട്ട് അവൻ കടന്നു ചെന്ന രൂത്തിനു വേണ്ടിയിട്ട് അതിൽ നിന്ന് വലിച്ചിട്ടേക്കണമെന്ന് ഒരു കരുതലിൻ്റെ സ്വരം അവിടെ ബോവസിലൂടെ ദൈവം നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ തക്കവണ്ണം ചില അധികാരികളോട്, ചിലവരോട് ദൈവം ഇടപെടുവാനായിട്ട് ഇടയായിത്തീരും. നാളത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.